നമ്മുടെയൊക്കെ ഭർത്താക്കന്മാർ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ശാരീരികമായും ചിലപ്പോൾ മാനസികമായും പ്രയാസപ്പെട്ട് ജോലിയും കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ സ്നേഹത്തോടെയും പുഞ്ചിരിയോടെയും സ്വീകരിക്കാനുള്ള മനസ്സ് കാണിക്കാൻ തയ്യാറാവണം. മാത്രമല്ല, നമ്മുടെ ഭർത്താവിന് ഇഷ്ടപ്പെടുന്ന രുചികരമായ ചൂടുള്ള ഭക്ഷണം നൽകുകയും ചെയ്യുക. ഉപജീവനമാർഗം തേടി രാവിലെ നമ്മുടെ വീട് വിട്ടുപോയ ഭർത്താവ് തിരിച്ചു വരുമ്പോൾ ഏതൊരു മാനസികാവസ്ഥയിലായിരിക്കും തിരിച്ചു വരിക എന്നറിയില്ല. ഭർത്താവ് ജോലി കഴിഞ്ഞ് വന്നപാടെ മനപ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും പറയാതിരിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെയൊക്കെയാണ് സ്നേഹമുള്ള ഒരു ഭാര്യ തൻ്റെ ഭർത്താവിനെ സ്വീകരിക്കേണ്ടത്. സ്നേഹമുള്ള സ്ത്രീകൾ അവരുടെ ഭർത്താവ് വരുന്നതും കാത്തിരിക്കുകയും ഭർത്താവ് വീട്ടിലേക്ക് വന്നാൽ അതിലേറ്റ് സന്തോഷിക്കുകയും വളരെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ഭർത്താവിനെ സ്വീകരിക്കുകയും ചെയ്യും. ഈ ഒരു നിമിഷത്തിനും സന്ദർഭത്തിനും വേണ്ടി ഭർത്താക്കന്മാരുടെ മനസ്സ് എപ്പോഴും കൊതിച്ചുകൊണ്ടിരിക്കും. ജോലി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തു പോയാൽ വേഗം വീട്ടിലെത്താനുള്ള ധൃതിയായിരിക്കും അവർക്ക്. സുഹൃത്തുക്കളോടൊപ്പം അങ്ങാടിയിൽ കയറാൻ പോവുകയില്ല, ഹോട്ടലുകളിൽ കയറുകയില്ല, സിനിമക്കോ മറ്റു സ്ഥലങ്ങളിലേക്കോ പോകാതെ വീട്ടിലേക്ക് ഓടിയെത്തുകയാണ് അവർ ചെയ്യുക. തന്നെ സ്നേഹിക്കുന്ന തൻ്റെ ഭാര്യയുടെ നിഷ്കളങ്കമായ മുഖമൊന്ന് കാണാൻ, അവളുടെ സ്നേഹത്തിന്റെ ചൂടൊന്ന് നുകരാൻ എപ്പോഴും അവൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. സ്നേഹമുള്ള ഭാര്യമാർ തൻ്റെ ഭർത്താക്കന്മാരെ എപ്പോഴും വീട്ടിലേക്ക് ആകർഷിപ്പിച്ചുകൊണ്ടിരിക്കും. സാധാരണ കല്യാണം കഴിഞ്ഞ് 1-2 ആഴ്ച തിരക്കേടുണ്ടാവുകയില്ല. ജീവിതം അവസാനിക്കുന്നതുവരെ ഭർത്താവിനോടുള്ള സ്നേഹം നിലനിർത്താൻ ശ്രമിക്കണം. 1-2 സന്താനങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ ലൈഫ് ഒരു ചടങ്ങുകൾ മാത്രമായി മാറരുത്. കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ ഭാര്യമാരുടെ ശ്രദ്ധ മുഴുവനും അവരിൽ മാത്രമായിരിക്കും. ഭർത്താക്കന്മാർ ജോലി കഴിഞ്ഞ് വന്നാലും ചില ഭാര്യമാർ മെയിൻഡ് പോലും ചെയ്യാതെ അവർ അവരുടെ വീട്ടുജോലികളുമായി മുന്നോട്ടു പോകും. ഭർത്താവിന് ഭക്ഷണം വിളമ്പി കൊടുക്കാനോ ഭർത്താവിനെ പുഞ്ചിരിയോടെ സ്നേഹത്തോടെ സ്വീകരിക്കാനോ അവർ സമയം കണ്ടെത്തുകയില്ല. അവർക്ക് പല ന്യായങ്ങളും ഭർത്താക്കന്മാരോട് പറയാനുണ്ടാകും. ഭർത്താവിനോടുള്ള സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ കാലപ്പഴക്കം കൊണ്ടോ ജോലി തിരക്കുകൾ കൊണ്ടോ പ്രാരാബ്ദങ്ങളെ കൊണ്ടോ അവരുടെ സ്നേഹത്തിന് യാതൊരു കുഴപ്പവും ഉണ്ടാവുകയില്ല. ഇങ്ങനെയുള്ള ദമ്പതിമാരെ വളരെ അപൂർവമായി മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ചരിത്രത്താളുകളിൽ ഇത്തരം ദമ്പതിമാരെ ഒരുപാട് നമുക്ക് കാണാൻ കഴിയും. പകല് മുഴുവനും കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ക്ഷീണിച്ച് അവശനായി വീട്ടിലേക്കെത്തുന്ന ഭർത്താവിനെ മുഖം വീർപ്പിച്ചുകൊണ്ട് സ്വീകരിക്കുകയും വന്നപാടെ ഭർത്താവിനോട് പരാതികളും പരിഭവങ്ങളും വിളമ്പി ഭർത്താവിന്റെ ക്ഷീണം ഒന്നുകൂടി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന സ്ത്രീകളെയും നമുക്ക് കാണാം. ക്ഷീണിച്ച് കുഴങ്ങി വന്ന ഭർത്താവിന് ഒരു ഗ്ലാസ് കട്ടൻ ചായ പോലും വീട്ടിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവുകയില്ല. ഇങ്ങനെയുള്ള ഭാര്യമാരാണ് വീട്ടിലുള്ളതെങ്കിൽ ഭർത്താക്കന്മാർ ചിന്തിക്കും, ഇത്രയും നേരത്തെ വരണ്ടായിരുന്നു എന്ന്. ഇത്തരം സ്ത്രീകൾ തന്റെ ഭർത്താക്കന്മാരെ വീട്ടിൽ നിന്നും അകറ്റുകയും അവരെ തെറ്റിലേക്കും അനാവശ്യ പ്രവർത്തനങ്ങളിലേക്കും അവരുടെ മനസ്സിന് പ്രചോദനം നൽകുകയുമാണ് ചെയ്യുന്നത്. പുരുഷന്മാർ ഭാര്യമാരിൽ നിന്നും കാമവികാരത്തിന്റെ ശമനം മാത്രമല്ല പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനൊക്കെ എത്രയോ മാർഗങ്ങളുണ്ട്. ആത്മാർത്ഥമായി സ്നേഹിക്കുകയും മാത്രമല്ല സുഖത്തിലും ദുഃഖത്തിലും കൂടെ നിൽക്കുകയും ചെയ്യുന്ന ഒരു ജീവിത പങ്കാളിയെയാണ് ഓരോ പുരുഷനും തൻ്റെ ഭാര്യയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. നോക്കൂ, നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടാവാം, സുഖത്തിലും ദുഃഖത്തിലും പങ്കാളിയായിട്ടുണ്ടാകാം. അതുകൊണ്ട് മാത്രം കാര്യമില്ല. അത് നിങ്ങളുടെ ഭർത്താവിനും കൂടെ ബോധ്യപ്പെടുകയും വേണം. അതിന് സഹായകരമായ തരത്തിലാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എങ്കിൽ നിങ്ങളൊരു ഉത്തമ ഭാര്യയാണ്. അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായിട്ടുള്ള കുടുംബജീവിതം നയിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു നമുക്കൊക്കെ സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ.